നമസ്കാരം. നമസ്കാരം. ഏവർക്കും സുഖമാണോ? ഇന്ന് കാർത്തികയാണ്. എല്ലാവർക്കും മോളൂട്ടിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും കാർത്തിക ദിന ആശംസകൾ. എല്ലാരും പുഴുക്കെല്ലാം കഴിച്ചോ? ഓക്കെ, ഏവർക്കും കാർത്തിക ദിന ആശംസകൾ. ഓക്കെ, ബൈ. മുന്നിട്ട് വാടാ, ഇതിൻ്റെ കൈ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാതെ വാടാ. ഇല്ല, കുഴപ്പമില്ല, അച്ഛൻ കൂടെ വയ്ക്കാം. അയ്യോ, നമ്മൾ വയ്ക്കണം. എടാ വാ, പേടിക്കണമ്മ, ഒന്നുമില്ലടാ. പേടിക്കാനുണ്ടോ? മക്കളും അങ്ങോട്ട് വരണ്ട, മടിലോട്ട് ഇരുന്നാ മതി. ചിരിക്കടാ, അച്ഛൻ ഫോട്ടോ എടുത്തോട്ടടാ. മോളെ മണ്ണിലോട്ട് എടുക്കും. എനിക്ക് ഇങ്ങോട്ടും ഇല്ലേ? ആടെ ഇല്ലേ? നേരത്തെ പറഞ്ഞ കാര്യം പറയാടാ. മോളൂട്ടി, നമസ്കാരം. ഇന്നെന്ത് വിശേഷമാവേ? കറികളൊക്കെ കത്തിച്ചു തുടങ്ങിയ തൃക്കാർത്തികയാണ്. തൃക്കാർത്തിക ദിവസമാണ്. കത്തിച്ച് തീർന്നല്ലോ. ആര് കത്തിച്ചതല്ല? അയ്യോ, അതെപ്പോഴാ? കൈ പൊള്ളി വന്നിട്ട് തനിച്ചേട്ടത് ആണോ? ചീനിയൊക്കെ പൊയ്യോ? നമ്മള് ചീനിയൊക്കെ പൊയ്യോ? പുഴുക്കൊക്കെ ഉണ്ടാക്കിയോ? അതിപ്പിരിക്കുന്നോ? ഇത്തവാനോ? ഇപ്പൊ കഴിക്കത്തേ ഉള്ളടാ. അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യാമോ? എല്ലാവർക്കും അത് പറഞ്ഞതിൽ കുഴപ്പമില്ല. തൃക്കാർത്തിക, ഏവർക്കും തൃക്കാർത്തിക പറയടാ. തൃക്കാർത്തിക പറഞ്ഞല്ലേ? വീഡിയോ തീർക്കണ്ടേ? ദീപങ്ങൾ അലങ്കരിച്ച നിങ്ങളുടെ വീട് കണ്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ലൈക്ക് ചെയ്യണേ. ബൈ. ചക്കര കൊടുക്ക എല്ലാവർക്കും. ബൈ. മുളകൊക്കെ പൊട്ടി തിന്നണം. അങ്ങനെ ഇതൊന്നും വേണ്ടല്ലോ. നീ മധുരം കഴിഞ്ഞു.
Happy Eid Mubarak. Happy Eid Mubarak. ഫ്രണ്ട്സ്, ഏതൊരു ഫംഗ്ഷൻ്റെയും ഫൈനൽ റിസൾട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിൽ നടക്കുന്ന അവിടുത്തെ ഒരു ബൊഫെ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ, ശരിയല്ലേ? ഒരു കല്യാണം ആയിക്കോട്ടെ, ഏതൊരു ഫംഗ്ഷനും, ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നിശ്ചയമായിക്കോട്ടെ, ഒരു ഓണം, വിഷു, ക്രിസ്മസ്, ഏതൊരു ഫംഗ്ഷൻ വന്നാലും അതിൻ്റെ ഫുഡ് അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ, ഒരു കല്യാണം തന്നെ നമ്മൾ പോകുമ്പം അവിടുത്തെ ഫുഡ്, അവിടുത്തെ ബിരിയാണി, അവിടുത്തെ സദ്യ അടിപൊളിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അടിപൊളി കല്യാണമായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഈ തൃക്കാർത്തിക വിളക്കിൻ്റെ ഫൈനൽ ഒരു ടൈമെന്ന് പറയുന്നത് ഫുഡായിരുന്നു. നല്ല അടിപൊളി കപ്പ, ഒപ്പം കാച്ചിൽ, പിന്നെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, മുളകുടച്ചത്, നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ. നമ്മളിപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഭാര്യ അഭിനയിച്ച ഒരു സീരിയൽ, അത് സൂര്യ ടി വിയിൽ ടെലികാസ്റ്റിംഗ് ടൈമിലാണ് നമ്മൾ ഈ കപ്പയും ഈ പുഴുക്കലട കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു സീനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് എൻ്റെ ഭാര്യ, പേര് ആർച്ച. അങ്ങനെ അതുമല്ല, അങ്ങനെ യൂഷ്വലി നമ്മൾ സീരിയലൊന്നും അങ്ങനെ കാണുന്ന ടീംസ് അല്ല. പിന്നെ പുള്ളിക്കാരി അഭിനയിച്ചതിൻ്റെ നമ്മൾ നോക്കി വെച്ച് കാണാറുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നതും മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്ത സമയവും ആ കളിയും ചിരിയും അരിയോര ഒക്കെ പറയുന്നതൊക്കെ അതിനേക്കാളും കൂടുതൽ സമയം ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനെടുത്തെന്നുള്ളതാണ് സത്യം. നല്ല രീതിയിൽ കഴിച്ചു. നല്ല ഉണ്ടമുളകും ചെറുള്ളിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്ത് ചമ്മന്തി ഉണ്ടല്ലോ, അതും പിന്നെ അമ്മ ഇട്ട നല്ല അടിപൊളി നാരങ്ങ അച്ചാറും പിന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന മാങ്ങ അച്ചാറൊക്കെ കൂട്ടി പറയുമ്പോൾ സത്യം പറയുന്ന നാക്കിൽ വെള്ളം വരുന്നുണ്ട്. തൃക്കാർത്തിക ആഘോഷിച്ചു, അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഞാനൊരു പ്രവാസിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് അധികം അങ്ങനെ ഈ കാർത്തിക ദിവസം നാട്ടിലങ്ങനെ കിട്ടിയിട്ടില്ല, വളരെ ചുരുക്കമായിരുന്നു. മക്കൾ വന്നതിന് ശേഷം എനിക്ക് മക്കളൊക്കെ ആയതിനു ശേഷം എനിക്കൊന്ന് 1-2 പ്രാവശ്യം മാത്രമാണ് എനിക്ക് കാർത്തിക നാട്ടിലെനിക്ക് ആഘോഷിക്കാനൊരു സമയം കിട്ടിയത്. എല്ലാം കൊണ്ടും കളർഫുള്ളായിരുന്നു. മക്കളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ നല്ല രീതിയിൽ തൃക്കാർത്തിക ആസ്വദിക്കാനുള്ള ഒരു ടൈം എനിക്കുണ്ടായി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ പുഴുക്കെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനമാണ് ചീനി പുഴുങ്ങിയതും മുളകുടച്ചതും. അതിൻ്റെ കൂടെ ചേനയും കാച്ചിലും ഈ മധുരക്കിഴങ്ങും കപ്പയും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ അടാറ് ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ അടുത്ത ഒരു കാർത്തിക വിളക്കിന് നാട്ടിലുണ്ടാവുമോ അതോ ഇനി പുറത്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കിട്ടിയൊരു സമയം ഭയങ്കര കളർഫുള്ളായിരുന്നു. മക്കളുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. ഒരേ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നുള്ളൂ, ഭാര്യ കൂടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരിക്ക് വർക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ എത്തിയപ്പം തിരിയെല്ലാം കത്തിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെയാണ് പുള്ളിക്കാരി എത്തിയത്. ആ ഒരു മിസ്സിങ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ടും കളർഫുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ മോള് ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞ പോലെ വൺസ് അഗെയിൻ ഒരിക്കൽ കൂടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ തൃക്കാർത്തിക ദിന ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു, ബൈ.